ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഇന്നലത്തെ ആ ഒരു ചോക്ലേറ്റിന്റെ ബാഡ്ജ് കളവ് കേസ് ഉണ്ടല്ലോ, അത് ബിഗ് ബോസിനെ ബോധിപ്പിക്കുന്ന ഒരു അനീഷിനെ ഇപ്പോ ലൈവിൽ കാണാനായിട്ട് സാധിച്ചു. അനീഷ് ഇങ്ങനെ നിർത്തിയാണല്ലോ സംസാരിക്കുന്നത്. ബിഗ് ബോസ് അപർണ മേഡവും പിന്നെ ജിത്തു ജോസഫ് സാറും അതേപോലെ തന്നെ ആസിഫ് അലി സാറും പിന്നെ അർജുൻ സാറും ഒക്കെ വന്നപ്പോ ഞങ്ങൾക്ക് തന്ന ആ ഒരു എന്ന് പറഞ്ഞിട്ടാണല്ലോ അനീഷ് സംസാരിക്കുന്നത്. അതാണല്ലോ അനീഷിന്റെ ആ ഒരു ശൈലി. അപ്പോ ആ ഒരു ക്യാമറയുടെ മുന്നിൽ അനീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഷാനവാസും ജിഷിനും പോയിട്ട് അവിടെ ചെറിയ രീതിയിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. അനീഷിനെ കൊണ്ട് പറഞ്ഞു പൂർത്തിയാക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. എന്തോ കണ്ണൂര് കിരൺ പോയെന്നോ അങ്ങനെ എന്തൊക്കെയോ, ആ ഒരു സിനിമാ കഥ ടാസ്കിൽ ഇവരുടെ ടീമാണല്ലോ ജയിച്ചത്. അപ്പൊ ആ ഒരു കഥ തന്നെ വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അനീഷ് ബിഗ് ബോസിനോട് പറയുന്നു, സോറി ബിഗ് ബോസ്, ഞാൻ ബിഗ് ബോസിനോട് മാപ്പ് പറയുകയാണ്. ബിഗ് ബോസിന്റെ സമയം നഷ്ടപ്പെടുത്തിയതിന് ഞാൻ ബിഗ് ബോസിനോട് മാപ്പ് പറയുകയാണ് എന്ന് പറയുന്നു. എന്നിട്ട് അവിടുന്ന് അനീഷ് പയ്യെ യൂട്ടേൺ അടിച്ച് പോകുന്നു. അപ്പൊ ജിഷൻ പറയുന്നുണ്ടേ, ബിഗ് ബോസിന്റെ സമയം ലാഭിച്ചു തന്നതിന് ഞങ്ങൾക്ക് 2 ചോക്ലേറ്റ് തരണം എന്ന്. ഇതിപ്പോഴും ആദില ആ ഒരു ബാഡ്ജ് കൊടുത്തിട്ടില്ല അനീഷിന്. അത് ആദിലയുടെ കയ്യിൽ തന്നെയുണ്ട്. ഇന്ന് ആ ഒരു വഴക്ക് നടന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു ആദില, ഞാൻ അയാൾക്ക് അത് എറിഞ്ഞു കൊടുക്കുമെന്ന് അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. ഷാനവാസ് ആദിലയുടെ പക്ഷത്താണല്ലോ. അപ്പൊ ഈ ഒരു കേസില് അനീഷിന് ഉറപ്പായിട്ടും നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനിമോൾ അല്ലെങ്കിൽ എന്തെങ്കിലും CID കളിയൊക്കെ കളിച്ചത് തിരിച്ചു കൊണ്ട് കൊടുക്കണം. അല്ലാത്ത പക്ഷം അത് അനീഷിന്റെ കയ്യിൽ കിട്ടില്ല എന്നാണ് തോന്നുന്നത്. കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.